കേരളത്തിലെ 90% ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയ ഒരു നിറത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് സ്കിൻഡ് ആയിരിക്കുക, കറുത്ത ഡ്രസ്സ് ഇടുക, കറുത്തവൻ ചുവന്ന ഡ്രസ്സ് ഇടുക, ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര അരോചകമായ കാര്യമാണ്. വളരെ പോപ്പുലറായി നടക്കുന്ന ജാതിവെറിയും വംശീയ അധിക്ഷേപങ്ങളും മാത്രം പറയുന്ന കോമഡി ഷോസ് ഹിറ്റാകുന്ന കാലഘട്ടമാണ് ഇത്. അങ്ങനെ ഒരു സ്ഥലത്ത് കറുത്തവനായി ജീവിക്കേണ്ടതിന്റെ അവഗണന ഓൾമോസ്റ്റ് എന്നെ പോലത്തെ എല്ലാ കറുത്ത യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ടാകും. അത് 100% സത്യമാണ്. വേടന്റെ മൂർച്ചയേറിയ വാക്കുകളാണ് ഇവ. ഇപ്പോൾ എവിടെ നോക്കിയാലും വേടൻ. അനേകം ഉപദ്രവ വിശേഷണങ്ങൾ വേടന് സമൂഹ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുക്കുകയാണ്. വേടൻ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല. എന്നാൽ എന്തിന് ഈ വേട്ടയാടൽ? വേടന്റെ വിപ്ലവം അവസാനിപ്പിക്കുവാനായി മറവിലിരുന്ന് ഒരു കൂട്ടർ പ്രവർത്തിക്കുമ്പോൾ, രാഷ്ട്രീയ അരുതായ്മകൾ മറയ്ക്കുവാനായി പാടുപെടുമ്പോൾ, തങ്ങൾ എന്തോ നേടി എന്ന് പറഞ്ഞ് പലരും ഞെളിഞ്ഞു നടക്കുമ്പോൾ ഓർക്കുക, വേടന്റെ വിപ്ലവം ഒരിക്കലും അവസാനിക്കുന്നില്ല. വേടൻ ഈ സമൂഹത്തിന് നൽകിയ നന്മയുടെ ആശയങ്ങൾ ഒരിക്കലും തകർന്നടിയുന്നില്ല. ഇത്രയും നാളുകളില്ലാത്ത രീതിയിൽ ഇന്ന് ഈ വിപ്ലവം കത്തിപ്പടരുകയാണ്. ഒരുപാട് നന്മയ്ക്കിടയിൽ ഒരു തിന്മ വന്നാൽ നന്മയല്ലാതാവുന്നില്ല. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പിതാവായിരുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ആവേശത്തോടെ ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയമാണ് വേടന്റെ പാട്ടുകൾ. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം. വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ. വേടൻ വന്നു, ബാക്കിയെല്ലാം മറന്നു. ഒരു ചോദ്യം: ചർച്ച ചെയ്യാൻ വിഷയമില്ലാഞ്ഞിട്ടാണോ അതോ എന്തെങ്കിലും മറയ്ക്കാനാണോ ഈ വിഷയം? എനിക്ക് ഒരു സംശയം. ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തും.